ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പം നമുക്ക് ഇന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാർ മോഷ്ടാവാണ്. സോ നമുക്ക് ഇന്ന് വേറൊരു വണ്ടി മോഷ്ടിക്കണം, എന്നിട്ട് കൊണ്ടുപോയി വിൽക്കണം. നമ്മൾക്ക് പിന്നെ കാശുണ്ടാക്കാം. ഇതൊക്കെ തന്നെയാണ് ഗൈസ് വഴി. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വണ്ടി കണ്ടുപിടിക്കാൻ പോകട്ടെ വേഗം. എന്നിട്ട് വേണം നമുക്ക് അത് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ. ഗായ്സ്, നമുക്ക് എന്നാൽ ഇതിൽ കൂടെ ഒന്ന് നോക്കാം. ഗായ്സ്, ഒരു മിനിറ്റ് അങ്ങോട്ട് നോക്കി, അവിടെ എന്തൊരു പിങ്ക് കാണുന്നുണ്ട്. ഗായ്സ്, അതൊരു വണ്ടിയാണ്. അയ്യേ, ആ വണ്ടിക്ക് അത് ചേരുന്നു പോലുമില്ല. എന്തെങ്കിലും ആവട്ടെ ഗായ്സ്, ഒരു അടിപൊളി വണ്ടി തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കത് പോയിട്ടൊന്ന് അടിച്ചു മാറ്റിയേക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്ക് വീട്ടിൽ കൊണ്ടുവെക്കാം. നമ്മുടെ ബൈക്ക് വെച്ച് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൈക്ക് എടുക്കാൻ വരണ്ടേ തിരിച്ച്. അതുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ വണ്ടി അടിച്ച് മാറ്റി പോവുക ഗൈസ്. നമ്മളെന്തായാലും നമ്മുടെ ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇയാളെ ഈ വണ്ടി മോഷ്ടിക്കുക ഗൈസ്. നമുക്കെന്തായാലും വേഗം പോവാട്ടോ. ഇയാൾ ഇവിടെ വീണല്ലോ. ഇയാൾ നമ്മളെ നൈസായിട്ട് ഈ ഒരു വണ്ടിയിട്ട് ഇടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും മെല്ലല്ലേ ഈ വണ്ടി ഒന്ന് തുറക്കാം ഗൈസ്. തുറന്ന് വരുന്നുണ്ട്. ഇനി വേഗം കൊണ്ടുപോയി വിൽക്കുക, അല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. അയാളെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ, ആ വീട്ടിലത്തെ അതായത് ഈ വണ്ടിയുടെ ഒരു ഓണർ അറിഞ്ഞു കഴിഞ്ഞാൽ പണി പാടൂലേ. ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ട് നമുക്കൊന്ന് ഡ്രസ്സ് മാറ്റാം. ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇനി ഈ വണ്ടി കൊണ്ടുപോയി വിൽക്കാട്ടോ. വേഗം തന്നെ പോവുക, അല്ലെങ്കിൽ സമയം വൈകും. കാരണം ആ ഒരു വണ്ടി വിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് കുറച്ച് നേരം കഴിഞ്ഞാൽ അടക്കം. ഒരു അരമണിക്കൂർ കൂടെ ഉള്ളൂ സമയം. എന്തായാലും സമയമൊക്കെ പെട്ടെന്നാണ് തീരുന്നേ. എന്തായാലും വേഗം പോവാട്ടോ. ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. വണ്ടി കുഴപ്പമൊന്നുമില്ല. അല്ല, ഇതിൻ്റെ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അത് നമ്മുടെ വണ്ടിയായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു വെച്ചതാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നേക്ക്, നിങ്ങൾക്ക് എത്ര പൈസ വേണമെന്ന് നിങ്ങൾ പറ. ഒരു 3 കോടി ആവശ്യം. പൈസ ഞാൻ തരാം. ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് എൻ്റെ 2 പേര് വന്നിട്ട് ഞാൻ പൈസ തന്നാൽ പോരെ? മതി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇയാളുടെ 2 പേര് വരാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം. ഗായ്സ്, എന്തായാലും വന്നിട്ടുണ്ട്. ഇതെന്താ? ആരാ നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾ പോലീസാ. അപ്പം നീയാണല്ലേ കുറേ ദിവസമായിട്ട് ഇവിടുത്തെ വണ്ടികളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വിൽക്കുന്നേ? അത് പിന്നെ സാറേ, എന്നോടൊന്നും തോന്നല്ലേ. പിന്നെ നിന്നോട് ഭയങ്കര സ്നേഹമല്ലേ വണ്ടി അടിച്ചു മാറ്റിയാൽ. അത് പിന്നെ സാറുമാർക്ക് എന്നെ പിടിക്കാൻ പറ്റൂല. കാരണം ഞാൻ ഇതിൽ കൂടെ ചാടും. ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വീണിട്ടുണ്ട്. ഇവന്മാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ. നമുക്ക് എന്തായാലും RPG ഇട്ട് കൊടുക്കുക ഗൈസ്. ആ വണ്ടി കൂടെ കത്തിപ്പിടിച്ചെന്നാണ് തോന്നണേ. എന്തായാലും നമ്മളത് അവിടെ നിന്നൊരു ലംബോർഗിനി അടിച്ച് പറ്റിയിട്ടുണ്ട്. ഇതെടുത്തിട്ട് വേഗം പോവാട്ടോ. നമ്മളിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇവിടെ അടുത്ത് വേറെ ഏതോ ഒരു സിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിന്ന്. ഒരു പുതിയ സിറ്റിയാണ്. എന്തായാലും നമുക്ക് ആ സിറ്റിയിലോട്ടൊന്ന് പോയിട്ട് അവിടെ കുറച്ച് ദിവസം നിൽക്കാം ഗൈസ്. ഇവിടെ അപ്പോഴേക്കും അവർ ആ കേസൊക്കെ ഒന്ന് മറന്നേണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ മുന്നിലാണ് കേട്ടോ പുതിയ സിറ്റി. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കുക. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ ഈ ഒരു സിറ്റിയിൽ. അവൾ പുതിയ സിറ്റി വന്നപ്പോൾ ഇവിടേക്ക് വേറെ വീടൊക്കെ എടുത്ത് മാറിയിരുന്നു. എന്തായാലും നമുക്ക് അവളെ കാത്തിക്കാം. അവളെ ഇവിടെ വിളിച്ചിട്ട് നമുക്കിവിടെ നിന്നിട്ട് അവളങ്ങോട്ട് വിളിക്കാം കേട്ടോ ഗൈസ്. എന്തായാലും വേഗം വിളിക്കണം. അവളിപ്പോൾ വരുന്നുണ്ടാവും. ഗൈസ്, അവളുടെ ഒരു KTM എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും വേഗം ഇവളെയും കൂട്ടി പോവാം. നിൻ്റെ വീടിൻ്റെ വഴിയൊക്കെ നീ എനിക്ക് പറഞ്ഞല്ലേ? അതെന്തെങ്കിലും ആവട്ടെ. നമുക്ക് എന്തായാലും വേഗം പോവാം. എന്തായാലും വേഗം പോവാം ഗൈസ്. നമുക്ക് വേഗം ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് വേഗം പോവാട്ടോ. ഇവളെ വീട്ടിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. നമുക്ക് വേഗം പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ നമുക്കെന്തായാലും ഈ KTM ഒക്കെ എടുത്തിട്ട് വേഗം അവളെ വീട്ടിലേക്ക് പോട്ടോ. ആൻഡ് അടുത്തതല്ല കണ്ടന്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും കാണുന്നവരെ എല്ലാവർക്കും വെരി ഗുഡ് ബൈ.